നമസ്കാരം. 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ രാജ്യവ്യാപകമായും സംസ്ഥാന തലത്തിലും പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിപുലമായ ഭരണഘടനാപരവും നയപരവുമായ സുപ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യവ്യാപക സെൻസസ് നടപടികളാണ്. നിശ്ചയിച്ചിട്ടുള്ള ടൈം ലൈൻ അനുസരിച്ച് 2026 ജൂലൈ 1 മുതൽ സെൻസസിന്റെ 1-ാം ഘട്ടത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. ഈ പ്രാരംഭഘട്ടത്തിൽ രാജ്യത്തെ ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് വിപുലമായ ഭവന സെൻസസ് ആണ് പ്രധാനമായും നിർവഹിക്കപ്പെടുന്നത്. ഇതിനുശേഷമുള്ള 2-ാം ഘട്ട നടപടിയായ ജനസംഖ്യാ കണക്കെടുപ്പും വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള അനുബന്ധ ഭരണപരമായ കാര്യങ്ങളും വരാനിരിക്കുന്ന 2027 ഫെബ്രുവരി മാസത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ നിലവിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നമ്മുടെ പ്രദേശങ്ങളിൽ വരും വർഷങ്ങളിൽ സ്ഥാപിക്കേണ്ട ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് ഈ ഔദ്യോഗിക വിവരശേഖരണമാണ്. എന്നതിനാൽ ഭവനങ്ങളിൽ എത്തുന്ന കണക്കെടുപ്പ് ഉദ്യോഗസ്ഥരുമായി പൊതുജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയും കൃത്യമായ വിവരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ വൻ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക് മിഷൻ ഗ്രാമീൺ അല്ലെങ്കിൽ VBG റാംജി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ പുതിയ തൊഴിലധിഷ്ഠിത പദ്ധതി 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ രാജ്യത്തുടനീളം ഔദ്യോഗികമായി നിലവിൽ വരും. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കും പുതുതായി ഈ മേഖലയിലേക്ക് കടന്നുവരാൻ താല്പര്യപ്പെടുന്നവർക്കും തങ്ങളുടെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകൾ വഴി ഈ പദ്ധതിയിലേക്ക് അടിയന്തരമായി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പരമ്പരാഗത പദ്ധതിയെ അപേക്ഷിച്ച് ഉയർന്ന വേതന നിരക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നതോടൊപ്പം പ്രതിവർഷം 125 തൊഴിൽ ദിനങ്ങൾ വരെ ഗുണഭോക്താക്കൾക്ക് ഈ പുതിയ മിഷൻ ഉറപ്പു നൽകുന്നുണ്ട്. ഇതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്നും സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് DBT വഴി ക്രെഡിറ്റ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഗാർഹിക ഇന്ധന വിതരണ മേഖലയിലും ഉപഭോക്താക്കൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില കർശനമായ മാനദണ്ഡങ്ങൾ ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. നിലവിൽ LPG ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും അവരുടെ ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് നടപടികൾ മുൻകൂട്ടി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് ജൂലൈ 1 മുതൽ റീഫിൽ സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം കണക്ഷൻ ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ഈ KYC ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കപ്പെടുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് ലൈനുകൾ നിലവിൽ വന്നിട്ടുള്ള പ്രദേശങ്ങളിലെ ഗാർഹിക ഉപഭോക്താക്കൾ തങ്ങളുടെ പരമ്പരാഗത LPG സിലിണ്ടർ കണക്ഷനുകൾ ഉപേക്ഷിച്ച് PNG ശൃംഖലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂൺ മാസം 30-ാം തീയതി വരെയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ള അവസാന സമയപരിധി. ഈ നിശ്ചിത കാലയളവിനുള്ളിൽ PNG കണക്ഷനായി അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് തുടർന്നുള്ള സിലിണ്ടർ വിതരണം പൂർണ്ണമായും നിർത്തലാക്കുമെന്നതിനാൽ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. കർഷക ക്ഷേമ പദ്ധതികളിലും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളിലും സുപ്രധാനമായ ചില പുതിയ അപ്ഡേറ്റുകൾ പൊതുജനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി പ്രതിവർഷം ലഭിക്കുന്ന 6000 രൂപയുടെ ധനസഹായം തടസ്സമില്ലാതെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതിന് ഗുണഭോക്താക്കൾ തങ്ങളുടെ KYC സ്റ്റാറ്റസ് നിർബന്ധമായും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ചില ഗുണഭോക്താക്കൾ KYC വീണ്ടും പുതുക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര നിർദ്ദേശമുള്ളതിനാൽ അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയോ സ്റ്റാറ്റസ് ഡൺ ആണെന്ന് ഉറപ്പുവരുത്തുക. മുൻപ് കൃത്യമായി പൂർത്തിയാക്കിയവർക്ക് മറ്റു നടപടികളുടെ ആവശ്യമില്ല. ഇതേസമയം തന്നെ വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾക്കുള്ള അപേക്ഷാ നടപടികളും 2026 ജൂലൈ മാസം 3-ാം തീയതി മുതൽ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. അർഹരായ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖാന്തരം സ്കോളർഷിപ്പുകളുടെ വിശദ വിവരങ്ങളും അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കുകളും യഥാസമയം ലഭ്യമാകുന്നതാണ്. സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിലും ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട നിർണായക മാറ്റങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം പകർന്നു നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ APL റേഷൻ കാർഡുകൾക്കുള്ള ഗോതമ്പ് വിതരണം ജൂലൈ മാസം മുതൽ പുനരാരംഭിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതേസമയം തന്നെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പുനർവിവാഹം നടന്നിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം 30-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. ഈ നിശ്ചിത തീയതിക്കുള്ളിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടുകൾ ജൂലൈ മാസം മുതൽ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് വൈകിയ വേളയിൽ രേഖകൾ സമർപ്പിച്ചാൽ പോലും ഉദ്യോഗസ്ഥർ അത് കൃത്യമായി പരിശോധിച്ച് വാലിഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ
പെൻഷൻ തുക പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നതിനാൽ സമയപരിധി പാലിക്കാൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. വരാനിരിക്കുന്ന ജൂലൈ മാസം 1-ാം തീയതി മുതൽ സംസ്ഥാന സർക്കാരിന്റെ വിപുലമായ 100 ദിന കർമ്മ പദ്ധതികൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ജനക്ഷേമവും ലക്ഷ്യമിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഈ കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിസ്തൃതമായ വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണവും പുതിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഉദ്ഘാടനവും സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്നതാണ്. തൊഴിലന്വേഷകരായ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് കരിയർ വികസനത്തിന് സഹായിക്കുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി വഴി പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന സംവിധാനവും ഈ 100 ദിന പരിപാടിയുടെ ഭാഗമായി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ 2026 ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചും കർശനമായ സമയപരിധികളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുകയും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ സർക്കാർ മാനദണ്ഡങ്ങൾ മുൻകൂട്ടി പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം സമയബന്ധിതമായ ഔദ്യോഗിക അറിയിപ്പുകളും വിജ്ഞാപനങ്ങളും തുടർന്നും തത്സമയം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക.